കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന വിഷയമാണ് ലഹരിക്കടത്തും ലഹരി ഉപയോഗവുമെല്ലാം. നിരവധി പേരെയാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിടികൂടുന്നത്. ഏറ്റവും ഒടുവിലായി പോലീസിനെ കണ്ട് MDA പാക്കറ്റ് വിഴുങ്ങിയ ഒരു യുവാവ് മരണപ്പെടുകയും ചെയ്തിരിക്കുന്നു. ലഹരി ഉപയോഗിക്കുന്നവർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതെന്നാണ് MDMA. സിന്തറ്റിക് ലഹരി വിഭാഗത്തിൽപ്പെടുന്ന ഇവ അങ്ങേയറ്റം അപകടകാരിയാണ്. വിഷം കുടിക്കുന്നതിനും തുല്യമാണ് MDMA ഉപയോഗം എന്ന് തന്നെ പറയേണ്ടി വരും. MDMA പോലുള്ള ലഹരി സ്ഥിരമായി ഉപയോഗിച്ചാൽ 3 വർഷത്തിനുള്ളിൽ മരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്താണ് MDMA? മെഥിലിൻ ഡയോക്സി മെതാംഫെറ്റമിൻ എന്ന രാസലഹരിയാണ് MDMA എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത്. ഇതുപയോഗിച്ച് ശരീരത്തിലെത്തിയാൽ രക്തത്തിലേക്കും പിന്നീട് തലച്ചോറിലേക്കും എത്തും. മയക്കുമരുന്നുകളിൽ ഏറ്റവും കൂടുതൽ വിഷമുള്ള ലഹരിയാണ് MDMA. ഏറെ നേരം ഇതിൻ്റെ ലഹരി നിലനിൽക്കുമെന്നതിനാൽ ഉപഭോക്താക്കളിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളതും MDMAക്കാണ്. മനുഷ്യരിലുള്ള സെറോട്ടോണിൻ, ഡോപ്പമൈൻ, നോർപിനെഫ്രിൻ എന്നിവയുടെ ഉൽപ്പാദനം MDMA വർദ്ധിപ്പിക്കും. ഇത് വർദ്ധിക്കുന്നതോടെ ഒരു വ്യക്തിയുടെ മാനസിക നില തകരാറിലേക്കാം, ഉറക്കം നഷ്ടപ്പെട്ടേക്കാം, വിശപ്പ് ഇല്ലാതാക്കാം. ഈ 3 കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങൾ. സാധാരണ നമ്മൾ പറയാറുണ്ട് കൂടെ കിടക്കുന്നവർക്ക് രാപ്പനി അറിയുമെന്ന്. എന്നാൽ MDMAയുടെ കാര്യമെടുത്താൽ ഇത് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ്. അതുതന്നെയാണ് MDMAയുടെ പ്രധാന പ്രശ്നവും. പിന്നീട് തിരിച്ചറിയുന്ന ഘട്ടം എത്തുമ്പോഴേക്കും അയാൾ ഇതിന് പൂർണ്ണമായും അഡിക്റ്റ് ആയിട്ടുണ്ടാകും. പിന്നീട് അയാളെ രക്ഷപ്പെടുത്തുക ഏറെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലായാലും അയാളെ പിന്തിരിപ്പിച്ചേ മതിയാകൂ. ഇതിനായി നിങ്ങൾ വിദഗ്ധരുടെ സഹായം തന്നെ തേടണം. MDMA നമ്മുടെ ചുറ്റിലുമുണ്ട്. ഒന്ന് വിരൽ ഞൊടിച്ചാൽ ഇതിൻ്റെ ഏജൻറ്റുമാർ നമ്മുടെ ചുറ്റിലുമെത്തും. ആദ്യമൊക്കെ പണം നൽകാതെ സൗജന്യമായി ചെറിയ ഡോസ് എല്ലാം ലഭിക്കും. ഒരു രസത്തിന് ഇതിൻ്റെ രുചി നോക്കാൻ ഉപയോഗിച്ചു തുടങ്ങുന്നവരാണ് പലരും. പക്ഷേ കളി കാര്യമാകും. MDMAയുടെ കാര്യമെടുത്താൽ ഒരു തുള്ളി അകത്ത് പോയാൽ പോലും അത് നമ്മുടെ ശരീരഘടനയെ ബാധിക്കാൻ തക്കവണ്ണം ശേഷിയുള്ളതാണ്. കൃത്യമായി പറഞ്ഞാൽ ഇതൊരു കൂടിയ വിഷമാണ്. ഇതുപയോഗിക്കുന്നവരുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ വ്യവസ്ഥ തകരാറിലാകും. അത് ഏറ്റവും കുറഞ്ഞ അളവിൽ കുറഞ്ഞ തവണ ഉപയോഗിച്ചാൽ പോലും സംഭവിക്കും. ഉപയോഗിച്ച് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇതിൻ്റെ പ്രവർത്തനം ശരീരത്തിൽ കാണിച്ചു തുടങ്ങും. 30 മിനിറ്റ് മുതൽ 60 മിനിറ്റിനുള്ളിൽ MDMAയുടെ പ്രവർത്തനം ശക്തമാകും. പിന്നീട് അടുത്ത 5 മണിക്കൂർ വരെ ഇയാളെ നിയന്ത്രിക്കുക പൂർണ്ണമായും MDMA ആയിരിക്കും. പിന്നെ അയാളുടെ ശരീരവും മനസ്സുമെല്ലാം ഈ രാസലഹരിയുടെ പിടിയിലാകും. ആ സമയത്ത് ഉപയോഗിക്കുന്ന വ്യക്തി എന്ത് പ്രവർത്തിക്കുമെന്ന് പ്രവചിക്കുക അസാധ്യമാണ്. ഉപയോഗം സ്ഥിരമാകുന്നതോടെ ശ്വാസകോശം, വൃക്ക എന്നിവയുടെ പ്രവർത്തനം നിലക്കുന്നതിലേക്ക് വരെ കാര്യങ്ങളെത്തും. ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെയും ശരീരത്തിൻ്റെ താപനിലയെയും ഇത് പ്രതികൂലമായി ബാധിക്കും. ഹൃദയമിടിപ്പ് ക്രമാതീതമായി കൂടും. ശരീരം അമിതമായി ചൂടാകും, വിയർക്കും. വിറയൽ, അസ്വസ്ഥത, ഛർദി, പേശികൾക്ക് മുറുക്കം, ശ്വാസതടസ്സം, അപസ്മാരം എന്നിവ ശരീരത്തിൽ കാണിക്കാൻ തുടങ്ങും. മാനസികമായി പറയുകയാണെങ്കിൽ ഭയം, കടുത്ത ഉത്കണ്ഠ, ആശയക്കുഴപ്പം, ടെൻഷൻ, ആക്രമണ മനോഭാവം, ഓർമ്മക്കുറവ് എന്നിവ ഉണ്ടാകും. ഈ ഘട്ടങ്ങളൊക്കെ 3 രീതിയിലുള്ള മരണത്തിലേക്ക് ഒരു ലഹരി അഡിക്റ്റിനെ കൊണ്ടുചെന്നെത്തിക്കും. ഒന്നാമത്തേത് ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലക്കും, അതുവഴി മരണമുണ്ടാകും എന്ന് തന്നെയാണ്. ഹൃദയമിടിപ്പ് ക്രമാതീതമായി കൂടുന്നതും സമ്മർദ്ദമുണ്ടാകുന്നതും ഹൃദയാഘാതത്തിന് വഴിവെക്കും. രണ്ടാമത്തേത് ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടാകുന്നതും ശരീരം അമിതമായി ചൂടാകുന്നതുമാണ്. ഇതോടെ ശരീരോഷ്മാവ് 42 ഡിഗ്രി സെൽഷ്യസ് എന്ന പരിധി കടന്ന് മുകളിലേക്കെത്തും. ഇതോടെ അവയവങ്ങൾ പ്രവർത്തനരഹിതമാകും. പിന്നാലെ ദയനീയമായ മരണം സംഭവിക്കും. മൂന്നാമത്തേത് അപൂർവമായാണെങ്കിലും മൂത്രമൊഴിക്കുന്നത് നിലക്കുകയും അമിതമായി വെള്ളം കുടിക്കുന്നതും വഴി ഉണ്ടാകുന്ന മരണമാണ്. ഈ 2 അവസ്ഥയും MDMA സൃഷ്ടിക്കും. ഈ 3 മരണങ്ങൾക്ക് പുറമെ ഇത്തരക്കാരിൽ ആത്മഹത്യാ സാധ്യതയും ആത്മഹത്യാ പ്രവണതയും വളരെ കൂടുതലാണ്. അതുവഴിയും ഇവർ മരണത്തിലേക്കെത്തും. ഇതെല്ലാം സംഭവിക്കാൻ തുടർച്ചയായ 3 വർഷത്തെ ഉപയോഗം മാത്രം മതി എന്നിടത്താണ് MDMA എത്രത്തോളം ഡേഞ്ചറാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിദ്യാർത്ഥികളും യുവാക്കളുമാണ് MDMAയുടെ ഏറ്റവും വലിയ ഇരകൾ. ഇതിൽ ആൺ പെൺ വ്യത്യാസമില്ല. അതിനാൽ രക്ഷിതാക്കളും അധ്യാപകരും ഓരോ ആളുകളെയും കൃത്യമായി നിരീക്ഷിച്ചേ മതിയാകൂ. എൻ്റെ കുട്ടി അതൊന്നും ചെയ്യില്ല എന്ന അമിത വിശ്വാസം ഇക്കാര്യത്തിൽ നല്ലതല്ല. അവരുടെ കൂട്ടുകെട്ടുകളും ഒന്ന് നിരീക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടേത് തന്നെയാണ്.